നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നായയുടെ വില പോലുമില്ല. ഇവിടെ മനുഷ്യൻ പുഴുത്തു മരിക്കുകയാണ്. ശാപങ്ങൾ പേർന്ന ആത്മാക്കളുടെ ആശുപത്രി. പണമുള്ളവന് വിലയുണ്ട്, ഇല്ലാത്തവൻ ഇവിടം മരിച്ചു വീഴുക തന്നെ ചെയ്യും. ഇവർ എന്നെ കൊന്നു, ഇതെൻ്റെ മരണമൊഴിയാണ്. കേൾക്കുമ്പോൾ ഭീകരമെന്ന് തോന്നും, എന്നാൽ സത്യം ഇതാണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ തകരാറിൽ സംഭവിച്ച ഒരു മൊഴി. ഇതുപോലെ നിശബ്ദമാക്കപ്പെട്ട മൊഴികൾ ദിവസവും എത്രയൊക്കെയാണ്. ചെറിയ സൂചന ഡോക്ടർ ഹാരിസ് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് നൽകിയതെങ്കിൽ നമ്പർ 1 മറ്റ് ആശുപത്രികളുടെ അവസ്ഥ നേരിട്ട് അനുഭവിച്ചവർക്ക് തന്നെ അറിയാം. പക്ഷേ പ്രതികരിക്കില്ല. മറ്റേതെങ്കിലും ആണെങ്കിൽ ധൈര്യമായി ജനം പ്രതികരിക്കും. പക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ വെച്ച് ആർക്കും അതിന് ആവതില്ല. ഇവിടെയാണ് ഭരിക്കുന്ന രാഷ്ട്രീയ കള്ളന്മാരുടെ നേട്ടവും. എത്രയും വേഗം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ആരുടെയും അടുത്ത് പാവം ജനം കെഞ്ചാനും യാചിക്കാനുമൊക്കെ തയ്യാറാണ്. പക്ഷെ കുടിച്ചിട്ടും ദാഹം പറ്റാത്ത രക്തരക്ഷസുകളെ പോലെ ഇന്നത്തെ ഭരിക്കുന്ന രാജാക്കന്മാർ അർമാദിച്ച് ജീവിക്കുകയാണ്. ഹോസ്പിറ്റൽ ഇടിഞ്ഞു വീണ് മരിച്ചാലും കുഞ്ഞുങ്ങളുടെ കൈകൾ വെട്ടിയെടുത്താലും ഇവർക്കൊന്നും ഒരു കുലുക്കവുമില്ല. അത് അധികാര കസരയുടെ ഭ്രമമാണ്. തെറ്റുപറ്റിയെങ്കിൽ, വീഴ്ചകൾ തുടരുന്നുണ്ടെങ്കിൽ കഴിവുകേട്ട ഭരണാധികാരിയാണ് എന്ന് സാരം. ഇറങ്ങിപ്പോകണം, അതാണ് അന്തസ്. എന്തന്തസ്? സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏതാശയവും വളച്ചൊടിച്ച് കാൽക്കീഴിലാക്കുന്ന ഇവർക്ക് എന്ത് നന്മ? തൻ്റെ മരണം മുന്നിൽ കണ്ട ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവർ തൻ്റെ ഫോണിൽ സേവ് ചെയ്ത ഓഡിയോ ആണ് നമുക്കിപ്പോൾ ഓരോരുത്തർക്കുമുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. സൂക്ഷിക്കുക എന്ന സൂചന. ഓട്ടോ ഡ്രൈവറായിരുന്ന വേണുവിൻ്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയിൽ ചില കാര്യങ്ങൾ ഇന്ന് ജനങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളുടെ മുന്നിൽ. മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള എല്ലാവരുടെയും ദുരവസ്ഥയാണ് ഇന്ന് ആ സ്ത്രീ തുറന്നു പറഞ്ഞത്. ഹൃദയാഘാതം വന്നയാളെ നിലത്ത് തുണി വിരിച്ചാണ് കിടത്തിയത്. വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഭർത്താവ് പല തവണ കേണപേക്ഷിച്ചിട്ടും മരുന്ന് നൽകിയില്ലത്രേ. ഭർത്താവിന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ചെറിയൊരു നെഞ്ചുവേദന വന്നു. ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ തൊണ്ടവേദനയുണ്ടായി. അങ്ങനെ ഞങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ പോയി പരിശോധനകളെല്ലാം നടത്തി. അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് അവർ റിഫർ ചെയ്തു. ഭർത്താവിന് നേരത്തെ സ്ട്രോക്ക് വന്നതാണ്. അക്കാര്യം പറഞ്ഞപ്പോൾ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. പരിശോധനയിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തി. അവിടെ എമർജൻസി ആൻജിയോഗ്രാം ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് വേറെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. 108 ആംബുലൻസ് വിളിച്ചപ്പോൾ അത് കിട്ടിയതുമില്ല. കുറച്ച് സമയം പോലും കാത്തു നിൽക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് കാശ് കൊടുത്ത് ആംബുലൻസ് ഏർപ്പാടാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ എത്തിച്ചു. അസുഖ വിവരമെല്ലാം എഴുതിയ ശേഷം ഞങ്ങളെ വാർഡ് 28ലേക്ക് മാറ്റി. ബെഡ് കിട്ടിയില്ല. തുണി വിരിച്ച് നിലത്തു കിടന്നു. രാത്രി 8:30 അഡ്മിറ്റ് ആയതാണ്. മരുന്നൊന്നും കൊടുത്തില്ല. ഇക്കാര്യം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. പുലർച്ചെ 2 മണിക്കാണ് പിന്നീട് മരുന്ന് തന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാനോ മറ്റോ ഉള്ള ഒരു ഗുളികയാണ് കൊടുത്തത്. രാവിലെ ഡ്യൂട്ടി ഡോക്ടർ വന്ന് ഇതേ ഗുളിക തന്നെ തന്നു. പിറ്റേന്ന് കാർഡിയോയിൽ 2ാമത്തെ ടോക്കൺ കിട്ടി. വീൽ ചെയറിൽ കാർഡിയോയുടെ OPയിൽ കാണിച്ചു. ഇരിക്കാനൊന്നും അദ്ദേഹത്തിന് അപ്പോൾ വയ്യായിരുന്നു. ഡോക്ടർ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ആൻജിയോഗ്രാം എടുക്കാമെന്ന് അവർ പറയുന്നത് കേട്ടു. പിന്നെ വാർഡ് 28ൽ നിന്ന് 2ലേക്ക് മാറ്റി. അദ്ദേഹത്തിന് തലവേദന ഉണ്ടായി. നേഴ്സിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വന്നതല്ലേയുള്ളൂ, ഡോക്ടർ വരാതെ മരുന്ന് തരാൻ ആകില്ലെന്ന് പറഞ്ഞു. ഞാനൊരു പാരസെറ്റമോൾ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് കൈ പെരുക്കുന്നെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നേഴ്സിൻ്റെ അടുത്ത് ഓടിപ്പോയി കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ചു. മരുന്ന് തന്നു. വിഷമിക്കേണ്ട, ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാമെന്നും അപ്പോൾ നേഴ്സ് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന് വേദനയുണ്ടായിരുന്നു. അറ്റാക്ക് വന്നതല്ലേ, അതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. ചൊവ്വാഴ്ച പിറ്റേന്നത്തെ ആൻജിയോഗ്രാമിൻ്റെ ലിസ്റ്റ് വായിച്ചപ്പോൾ ഭർത്താവിൻ്റെ പേരില്ല. സിസ്റ്ററോട് ചോദിച്ചപ്പോൾ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ആശുപത്രിയാണെന്നാണ് എനിക്കും അപ്പോൾ തോന്നിയത്. ഡോക്ടറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് രോഗികളില്ലെങ്കിൽ നാളെ ആൻജിയോഗ്രാം എടുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ എല്ലാവരും വന്നെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ചൊവ്വാഴ്ച പുള്ളിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. നേഴ്സിനോട് പറഞ്ഞിട്ടും മരുന്നൊന്നും തന്നില്ല.
ബുധനാഴ്ച ശ്വാസമുട്ടലുണ്ടായി. എക്കോ എടുത്തപ്പോൾ മൈൽഡ് എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരന് തീരെ വയ്യ, ICUവിലേക്ക് മാറ്റി ഒബ്സർവേഷനിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി നേരം ഓക്സിജൻ മാസ്ക് വെച്ചാൽ മതി എന്നിട്ട് മാറ്റാമെന്ന് അപ്പോൾ പറഞ്ഞു. 10 മിനിറ്റ് പോലും ആയില്ല. ICUവിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആണുങ്ങളോടൊന്ന് വരാൻ പറയും, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നേരമേ ഇവർ ആ മനുഷ്യനെ കൊന്നെന്ന്. തൊഴുതു പറഞ്ഞിട്ട് പോലും എന്നെ കയറ്റിയില്ല. അവസാനം പൊതിഞ്ഞ മോർച്ചറിയിൽ നിന്നാണ് എനിക്ക് അദ്ദേഹത്തെ കിട്ടിയത്. തൻ്റെ പ്രിയതമ പറഞ്ഞ വാക്കുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേണു എന്ന ആ പാവം പിടിച്ച ഓട്ടോ ഡ്രൈവർ ഇട്ട ഓഡിയോ ക്ലിപ്പ് സന്ദേശം, തൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇട്ട ഒരു സന്ദേശം. എനിക്ക് അധിക നേരമില്ല, എന്നെ ഇവർ ചികിത്സിക്കുന്നില്ല, ഞാൻ ഏത് സമയവും മരണപ്പെടും. ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ തന്നെയുണ്ട് കൊല ചെയ്തു എന്നുള്ളത്. വേണുവിൻ്റെ ഭാര്യ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും ഹൃദയം പൊട്ടുന്ന വേദനയിൽ പറഞ്ഞതും ഇത്തരത്തിലാണ്. ഇതാണ് നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളം. എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ കേരളം പ്രഖ്യാപിച്ചത്? നമ്പർ 1 എന്ന കേരളം നമ്പർ 1 അല്ല. അങ്ങ് ബീഹാറിലും ഗുജറാത്തിലും UP നോക്കി പല സഖാക്കന്മാരും നമ്മുടെ കേരളത്തെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നിടത്ത് ഒന്ന് കാണൂ ഇതൊക്കെ. വല്ലപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം നിരവധി മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് സന്ദർശനങ്ങൾ ചെയ്യൂ. പൊതിച്ചോറ് മാത്രം കൊടുത്താൽ പോരാ, അകത്ത് കയറി ഒന്ന് നോക്കണം. മൃഗങ്ങളെക്കാളും കഷ്ടമായ രീതിയിൽ മനുഷ്യനെ ഇട്ട് വാട്ടുന്ന വാട്ടക്കം, പുഴുത്തു നാർന്ന മനുഷ്യജന്മങ്ങളെ കാണാൻ സാധിക്കും. മൃഗാശുപത്രി എത്രയോ ഭേദമാണ്.